എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി രാവിലെ ഏകദേശം 11:30 കൂടി വടശ്ശേരിക്കരയിലുണ്ടായ കാട്ടാനയുടെ ആക്രമണം ഈ വർഷത്തെ തുടക്കത്തിൽ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള വർഷത്തിൻ്റെ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുടുംബത്തിനുണ്ടായ മനോവേദന മരണത്തിൽ നിന്നാണ് ശരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളത്. വടശ്ശേരിക്കരയിൽ നിന്ന് തിരിയുമ്പോൾ കുമ്പളത്താമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ കൊമ്പുകളുള്ള കാട്ടാനകളാണ് വടശ്ശേരിക്കരയുടെ ശരിക്കും ടൗണിൽ നിന്ന് 100 മീറ്റർ അപ്പുറം വരെയുള്ള സ്ഥലത്ത് വന്ന് പാവപ്പെട്ടവൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കുറച്ച് നാളുകളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അവിടെ നിന്ന് വനം എത്രമാത്രം ദൂരെയാണ് എന്നുള്ളത്. വനത്തിൽ നിൽക്കുന്ന കാട്ടുമൃഗങ്ങൾ അത് നാട്ടിലിറങ്ങി ആക്രമണ സ്വഭാവത്തോടു കൂടി പെരുമാറുമ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇന്നുണ്ടായ സംഭവവും ഒരച്ഛനും മകനുമാണ് അവിടെ യാത്ര ചെയ്ത് ഒരു വളവ് തിരിഞ്ഞ് കയറി ചെല്ലുന്നത് ആനയുടെ മുന്നിലേക്കാണ്. അവർക്കൊന്നും തന്നെ ഒരു ചെറു വിരലനക്കാൻ പോലും സാധിക്കാതെ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുള്ള ആ ഒരു ദൃശ്യം അത് നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർക്കും നിയമത്തിനും ജനങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് അടിയന്തിരമായിട്ടുള്ള പരിഹാരമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാം, ഇത് നദിയിൽ കൂടി വടശ്ശേരിക്കര ആ ജംഗ്ഷൻ്റെ അവിടെയുള്ള പാലത്തിൻ്റെ മുകളിൽ വരെ അപ്പുറവും ഇപ്പുറവുമുള്ള സ്ഥലങ്ങളിൽ കയറി വളരെയധികം നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതെല്ലാം രാത്രി സമയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു. അവിടെ നിന്നത് ഇപ്പോൾ പകലേക്ക് വന്നപ്പോൾ പകൽ പോലും സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കാണോ ഇവിടെ ജീവിക്കാൻ അവസരം അതോ കാട്ടുമൃഗങ്ങൾക്കാണോ എന്നുള്ളത് അത് ചിന്തനീയമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അധികാരികളും പറയുന്നത് ഈ സ്ഥലത്ത് സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്, കറണ്ട് കടത്തിവിട്ടതുകൊണ്ട് യാതൊരു രീതിയിലൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞതാണ് ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 11:30 കൂടി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഒരു ജീവൻ നഷ്ടപ്പെടാൻ എളുപ്പമാണ്, ആ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നാശത്തിലേക്ക് പോകുന്നത്. ആ ഒരു കുടുംബത്തെ അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിൽ അനാഥമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വരും എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു തിരിച്ചറിവ് പോലും ഈ പറയുന്ന അധികാരികൾക്കോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് ജനങ്ങൾ നേരിടുക എന്നുള്ളത് അതും നമുക്ക് വളരെ കാണപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെ മാറും എന്നുള്ളതിന് സംശയം വേണ്ട. എല്ലാത്തിനുമുണ്ട് ഒരു പരിധി എന്ന് പറയുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഇന്ന് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു അച്ഛനെയും മകനെയും കൂടി ഒരു കാറിൽ ആക്രമിക്കുമ്പോൾ ശരിക്കും അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അതിലൊരാളിന് നല്ല പരിക്കുകളുണ്ട്, അദ്ദേഹത്തെ ആശുപത്രികളിൽ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ അതിനകത്ത് അകപ്പെട്ടു നിന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന ആ ഒരു ദൃശ്യം അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല. ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു വണ്ടിക്ക് ചിലപ്പോൾ നാശനഷ്ടത്തിനുള്ള പണം കൊടുത്തേക്കാം, ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ 10-15 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഇതുകൊണ്ട് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. വനത്തിൽ കയറിയിട്ടല്ല ഇവർക്കാർക്കും ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടച്ചു കൊണ്ടുപോകുന്ന ആ വണ്ടി ഓടുന്നതിന് വേണ്ടിയുള്ള റോഡിലാണത് ഓടിയത്. അനധികൃതമായിട്ട് ഒരു സ്ഥലത്ത് അവർ കടന്നു കയറിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ പോകുന്നത് വളരെയധികം അപകടം സംഭവിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം നമുക്കറിയാം, ഇന്ന് ഈ നാട്ടിൽ പാവപ്പെട്ടവന് പോലും ജീവിക്കാൻ വയ്യാത്ത ഒരു അവസരത്തിലേക്ക് കടന്നു പോന്നിരിക്കുന്നു. വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും ഇന്ന് നാട്ടിൽ വിഹരിക്കുകയാണ്.
പന്നിയുടെ ശല്യം അതിഭയങ്കരമാണ്. റാന്നി പഞ്ചായത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരാളെ പന്നി കുത്തിക്കൊന്നതാണ്. ഇപ്പോൾ റാന്നി പുനലൂർ മൂവാറ്റുപുഴ റോഡിനോട് ചേർന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയെ അകത്ത് കയറി ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെ നമുക്ക് വെടിവെച്ച് കൊല്ലുവാൻ സാധിച്ചതാണ്. അങ്ങനെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നാട്ടിലെത്തി സ്വൈര്യവിഹാരത്തിന് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ 2026 വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയമം പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊന്നായിട്ട് ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടാക്കുന്ന ഓരോ മൃഗങ്ങളെയും അതിനെ ഒന്നിൽ കാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആനകളെ പിടിച്ചാൽ കോന്നിയിലുണ്ട്, നമുക്ക് ആനക്കൂടുണ്ട്. ആ ആനക്കൂട്ടിൽ നിന്ന് സംരക്ഷിച്ച് അതിനെ താപ്പാനകളായിട്ട് മാറ്റിയിട്ട് ലേലം വിളിച്ചു കൊടുത്ത് നാട്ടാനകളായിട്ട് പരിചരിക്കട്ടെ. ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും അതിൽ നിന്നുണ്ടാകത്തില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതും നിയമം പറഞ്ഞുകൊണ്ട് ഇന്നില്ലായ്മ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള കടമ കൂടി ആ നിയമം ഉണ്ടാക്കിയ ആളുകൾക്ക് വേണം എന്ന് ഈ അവസരത്തിൽ പറയാതെ ഇരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ജനങ്ങൾ വയലൻ്റായി അല്ലെങ്കിൽ ജനങ്ങൾ മറ്റൊന്ന് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിയമത്തിന് അതീതമായിട്ട് ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടവരുന്നത്. അതിനെ ആ രീതിയിൽ ഒരിക്കലും അത് ചോദ്യം ചെയ്യപ്പെടുവാൻ ഇടയില്ലാത്ത രീതിയിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അടിയന്തര സാഹചര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ തടയിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് അതിന് ശക്തമായ രീതിയിലുള്ള നീക്കം നടത്തണം. അത് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർക്കുള്ള ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിയമപരമായിട്ട് ഇതിനെല്ലാം സർക്കാരിന് തന്നെ ഇതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊന്ന് നോക്കിക്കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ഗൗരവ സ്വഭാവത്തോടു കൂടി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നടന്ന രീതിയിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുവാനായിട്ടാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെടലുണ്ടായി വടശ്ശേരിക്കരുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ഭീതി മാറ്റുന്നതിന് നിങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണം. കാരണം അവരെല്ലാം പാവങ്ങൾ വീട് വെച്ച് അവർ കഷ്ടപ്പെട്ട് കടമെടുത്ത് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അവർക്ക് ആർക്കും വീട് വിട്ട് തിരിച്ചു വേറെ എങ്ങും പോകാനില്ല. അവരുടെ ജീവിതം അവർ ജനിച്ചു വളർന്ന മണ്ണാണത്. ആ മണ്ണിലാണ് ഇത്ര അതിഭയങ്കരമായിട്ടുള്ള ക്രൂരത എന്ന് വേണം നമ്മൾ അതിനെ നോക്കിക്കാണുവാനായിട്ട്. ആ ക്രൂരത ഒരിക്കലും അനുവദിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുവാനോ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് എന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.